പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആയിരിക്കും അടുത്തത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. തേനീച്ചക്കൂട് കാണുന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലുണ്ടായ ആദ്യമായിട്ടുണ്ടായ നമ്മുടെ ജാതിക്കയുടെ വീഡിയോ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സന്തോഷമായൊരു കാര്യം, സങ്കടമായൊരു കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫാമിൽ ജാതി തൈയാണ്. ഫാമിൽ തന്നെ ആദ്യത്തെ ജാതി തൈ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബാച്ച് വെച്ചതിൽ ഫസ്റ്റായിട്ട് നമ്മുടെ ജാതി കാച്ചിരിക്കുകയാണ്, പൂത്ത് കാച്ചിരിക്കുകയാണ്. ഫസ്റ്റത്തെ 10-30ഓളം തൈകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിൽ ആദ്യമായിട്ടാണ് ജാതി കായ്ക്കുന്നത്. ഇതാണ് നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യം. അതുകൂടാതെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കിളിക്കൂട് വെച്ചിട്ടുണ്ട്. എന്ത് കിളിയാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു മണിപ്പറാവാണെന്നാണ് തോന്നുന്നത്. അതിന് ഞാൻ വരുമ്പോൾ അത് പറന്നുപോയി. അപ്പോൾ മുട്ടയുണ്ടോയെന്നറിയില്ല. നമുക്കതെന്തായാലും ഒന്ന് കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നടക്കില്ല. അപ്പോൾ അടുത്ത് സങ്കടപരമായ കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ബാക്കിൽ നിൽക്കണ ആ ഒരു വലിയ തെങ്ങില്ലേ, അതിലൊരു ചിമ്മട്ട സാധനമുണ്ട്. ചിമ്മട്ട സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ ആളെ കൊല്ലുന്ന സാധനമാണ്. അപ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ നല്ലൊരു 1.5 തേനീച്ചക്കൂടാണ്. 9 തേനീച്ചക്കൂട്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത തേനീച്ചക്കൂടാണ്. ഇളകി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്ത് കിട്ടും, ആ ലെവലാണ്. ഇത് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിലൊരു വേറെ വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കണ്ട് നോക്കുക. ഇത് പോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരിക അതിനുള്ള സൊല്യൂഷൻ. കാരണം നമുക്കിത് പണിയെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ വളം വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ കട്ടർ മെഷീൻ ഓടണം, ഷാഫ് കട്ടർ. ഓട്ടിക്കഴിഞ്ഞ് വെച്ചാൽ പണി കിട്ടും. കാരണം ഇളകിക്കഴിഞ്ഞാൽ സീനാണ്. നല്ല രീതിക്ക് പണിയുണ്ട്. ഒരു 5 എണ്ണത്തിൻ്റെ മുകളിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണത്. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പണി. ഇതേപോലെ ഒരു ടൈം നമ്മൾ ഇളകിയിട്ട് കട്ടർ മെഷീൻ ഓടുന്ന സമയത്ത് ഇളകിയിട്ട് 2-3 എണ്ണം കുത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇത് പോകാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.